ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ബീഫ് അച്ചാർ ഉണ്ടാക്കാവേ. അതിനായിട്ട് 1.5 കിലോ ഇറച്ചി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ ആദ്യമായിട്ട് നമ്മൾ ബീഫിനെ മുക്കാൽ വേവിലെടുക്കണം. അത് നമ്മൾ കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ബീഫിനെ കുക്കറിലോട്ടിടാം. ബീഫ് വേവിക്കാൻ നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്. ഇത് ചേർത്തിട്ട് നമുക്ക് 4 വിസിൽ വരുന്നിടം വരെ ഇത് ഇളക്കി 4 വിസിൽ വന്നിട്ട് എടുക്കാം. അപ്പോൾ കുക്കർ ഇത് നല്ല ഇളക്കിയിട്ട് നമുക്ക് 4 വിസിൽ കഴിഞ്ഞിട്ട് നോക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. നമ്മളിവിടെ വെള്ളം ചേർക്കുന്നില്ല, കാരണം ബീഫിൽ നിന്ന് നല്ല വെള്ളം ഇറങ്ങും. ആ ഇറങ്ങുന്ന വെള്ളം നമ്മൾ വറ്റിച്ചെടുക്കണം. 4 വിസിൽ വന്നതിന് ശേഷം നമ്മൾ അത് വിസിൽ മാറ്റിയിട്ട് ആ വെള്ളം നമ്മൾ നല്ല വറ്റിച്ചെടുക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ ബീഫാണെങ്കിൽ അച്ചാറായിട്ട് ഇരിക്കേണ്ടതല്ലേ, അപ്പോൾ അത് കേടാവും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി. ഇനി നമ്മളിത് അടച്ചു വെച്ച് 4 വിസിൽ വന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, 4 വിസിൽ വന്നിട്ട് നമുക്ക് നോക്കാം. നാല് വിസിൽ കഴിഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സ്. എയറൊക്കെ പോയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇത്. കണ്ടോ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. കണ്ടോ, ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. ഇത് നമ്മൾ ഫ്ലെയിം ഓണാക്കിയിട്ട് നല്ല വറ്റിച്ച് വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആക്കി എടുക്കണം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് കൊണ്ട് വെള്ളമൊക്കെ നല്ല ഡ്രൈ ആയി വരുന്നുണ്ട്. സ്വല്പം കൂടെ ഒന്ന് ആവട്ടെ. ഇത് നല്ല ഡ്രൈ ആയി കഴിയുമ്പം നമുക്ക് ബീഫ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. വെള്ളമെല്ലാം നല്ല വറ്റണേ, അല്ലെങ്കിൽ ബീഫ് നമ്മളിപ്പോൾ അച്ചാറിടുന്നതുകൊണ്ട് അത് കുറച്ച് നാൾ ഇരിക്കേണ്ടതല്ലേ. അപ്പോൾ അത് കേടാവാതിരിക്കാനാണ് നമ്മൾ ഫുള്ള് വെള്ളവും വറ്റിച്ച് നല്ല ഡ്രൈ ആക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ബീഫ് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കോരി വെച്ച ബീഫ് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അച്ചാറുണ്ടാക്കാൻ വേണ്ടി. അതിനായിട്ട് നമ്മൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണം. നമ്മളിവിടെ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അച്ചാർ ഇടുന്നത് കൊണ്ട് നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് ഈ ബീഫ്. ഫ്രണ്ട്സ്, നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇതിനകത്തോട്ടിടാം. നമുക്ക് ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മളിത് കോരുവാണ്. നമ്മൾ ബീഫിനെ കോരിയെടുത്തേ.
ഇനി നമുക്ക് അച്ചാറിടാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് അച്ചാർ നമുക്കിനി ഇടാൻ തുടങ്ങാം. അതിനായിട്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുക. നല്ലെണ്ണ ഒഴിച്ചേ. നല്ലെണ്ണ ചൂടാവട്ടെ. നമ്മുടെ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് 1/2 സ്പൂൺ കടുക് ഇടുക. കടുക് നല്ല പൊട്ടിയിട്ട് കറിവേപ്പില ഇടുക. ശേഷം 3 പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക. ശേഷം ഇതിലോട്ട് ഒരു പിടി വെളുത്തുള്ളി അരിഞ്ഞത് ചേർക്കുക. നല്ല ഇളക്കുവാണ്. ഇത് കരിയില്ലേ. ഇതിലോട്ട് ഒരു പിടി ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക. ഇത് നല്ല ഒന്ന് വാടി വരട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ല മൂത്തേ. നമ്മളിതിലോട്ട് സ്വല്പം കായം ചേർക്കണേ. പിന്നെ ഉലുവ പൊടിച്ചതാണ് ഇത്, അത് ചേർക്കുക. 1 സ്പൂൺ ചേർക്കുക. മഞ്ഞൾപ്പൊടി ചേർക്കുക. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. മടിക്ക് പിടിക്കാതെ നല്ല ഇളക്കി കൊടുക്കുക. ഇതിലോട്ട് 1 സ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കുക. നല്ല ഒന്ന് ഇളക്കുക. മസാലയുടെ പച്ച കുത്തെല്ലാം മാറട്ടെ. നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ബീഫിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നേ. നമ്മൾ ഈ മസാലയ്ക്ക് ഗ്രേവിക്ക് ആവശ്യമായി സ്വല്പം ഉപ്പ് വേണേ, അത് ചേർത്ത് കൊടുക്കുക. ബീഫിന് ഉപ്പുണ്ട്, അതനുസരിച്ച് വേണേൽ ചേർക്കാൻ. നല്ലതായിട്ടൊന്ന് ഇളക്കുക. തീ കയറല്ലേ. ഇതിലോട്ട് നമ്മുടെ ബീഫ് ചേർക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ചേർക്കുവാണേ. ഇനി നമുക്കിത് നല്ലൊന്ന് ഇളക്കി കൊടുക്കുക.
ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് നല്ല ഇളക്കി അടിക്ക് പിടിക്കല്ലേ, നല്ല ഫ്ലെയിം തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ തീ പെട്ടെന്ന് കുറച്ചാണ് ചെയ്തത്, പെട്ടെന്ന് അങ്ങ് ഇത് അടിക്ക് പിടിക്കും. മസാല ഒന്നും കരിഞ്ഞു പോവാതെ ഫ്ലെയിം കുറച്ച് വയ്ക്കണേ. ഇനി നമ്മുടെ വിനാഗിരി ഇപ്പം ഞാൻ ഒരു അരക്കപ്പ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. ഞാൻ ആവശ്യത്തിന് ചേർക്കുക, പുളി വേണ്ടവർക്ക് അതനുസരിച്ച് ചേർക്കുക. ഇനി ഇത് നല്ല ഒന്ന് ഇളക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ബീഫ് അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.